മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുന്നതിനിടെ വീണ്ടും ഫ്ലെക്സ് യുദ്ധം. കെ.സി. വേണുഗോപാലിനെ സ്വാഗതം ചെയ്ത് കെ.പി.സി.സി ആസ്ഥാനത്തിന് മുന്നിൽ ഫ്ലെക്സ്. തൃശൂരിൽ വി.ഡി. സതീശൻ കെ.സി.എ അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ. കോട്ടയത്ത് വി.ഡി. സതീശനായി പന്തം കൊളുത്തി പ്രകടനം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അടിയന്തര LDF യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് യോഗം ചേരും. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് CPIM പൊളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷമെന്ന സൂചന. CPIM-ന് പിന്നാലെ CPI-യും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദ പരിശോധനയ്ക്ക്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ജില്ലാ കൌൺസിലുകൾ ചേരും. ആഴത്തിലുള്ള പരിശോധനകൾക്ക് മണ്ഡലം കമ്മിറ്റികൾക്കും നിർദ്ദേശം. ജില്ലാ നേതൃയോഗങ്ങൾ ഈ മാസം 25-നകം പൂർത്തിയാക്കും. CPIM-ന്റെ തെറ്റിദ്ധരുത്തൽ അധരവ്യായാമമെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ. കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളെ കണ്ടത് തന്റെ കടമയെന്നും മുൻ CPIM നേതാവായി TK ഗോവിന്ദൻ 24-നോട്. പാർട്ടി പരാജയപ്പെട്ട പല സന്ദർഭങ്ങളിലും ഇതുപോലെ തെറ്റിദ്ധരുത്തൽ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെയുള്ള എൻ്റെ അനുഭവം ഈ തെറ്റിദ്ധരുത്തൽ ചർച്ചകൾ വെറും അധരവ്യായാമമായിട്ട് അവസാനിക്കുകയാണ് ഇതിലുള്ളത്. ഒരു തെറ്റും അതിൻ്റെ ഭാഗമായി തിരുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ഇന്ന് കോടിയേരിയുടെ ഗൃഹ സന്ദർശനത്തിന് ഒരു രാഷ്ട്രീയവുമില്ല. കോടിയേരിയെ കുടുംബത്തെ സന്ദർശിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിലയിരുത്തൽ ആ കുടുംബം എന്നെക്കുറിച്ച് നടത്തില്ല. അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ഇപ്പോൾ UDF പിന്തുണയുള്ള ഒരു MLA ആണ്. സ്വാഭാവികമായിട്ടും UDF-നോടൊപ്പമാണ് ഞാൻ നിൽക്കുക. കാരണം UDF ആണ് എനിക്ക് പിന്തുണ നൽകിയിട്ടുള്ളത്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണന്റെ വിജയം CPIM-നേറ്റ തിരിച്ചടിയെന്ന് വി കുഞ്ഞികൃഷ്ണൻ അനുകൂലി ടി പുരുഷോത്തമൻ. CPIM എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രചാരണം നടത്തിയിട്ടും ജനങ്ങൾ അത് വിശ്വസിച്ചില്ല. പയ്യന്നൂരിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടമാണ് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയതെന്നും ടി പുരുഷോത്തമൻ. CPIM-ന് അത്രയും വലിയ ഒരു ഓർഗനൈസേഷൻ സ്ട്രെങ്ത്തും അതുപോലെ ജനസ്വാധീനമൊക്കെ പയ്യന്നൂർ മണ്ഡലമാണ് പയ്യന്നൂർ. ഇത്രയും വലിയ സ്വാധീനം ഉണ്ടായിരുന്ന പാർട്ടിക്കകത്തുള്ള പാർട്ടി മെമ്പർമാരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അവരുടെ ഉള്ളിലൂടെ പണിയെടുത്തിട്ട് അവർ തോൽപ്പിച്ചു. കാരണം അവർക്ക് സത്യം എന്താണെന്നറിയാം. അപ്പോൾ സത്യം മനസ്സിലായ ആളുകളൊക്കെ പാർട്ടിക്കെതിരായ നിലപാടെടുത്തു. അവരവരുടെ പൗരബോധം പ്രകടിപ്പിച്ചു. പൗരബോധം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ പാർട്ടി അന്ധവിശ്വാസത്തിൻ്റെ കൂടെ എല്ലാ കാലം നിൽക്കുന്ന വിചാരിക്കുന്നത് നേതൃത്വത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. തന്നെ തീവ്രവാദി എന്ന് വിളിച്ച വെള്ളാപ്പള്ളിക്ക് മാനസിക പ്രശ്നമെന്നാണ് വിമർശനം. ജനങ്ങൾ UDF-ന് നൽകിയത് വലിയ വിജയമാണെന്നും ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും പ്രതികരണം. അല്ല, ഇത്തരത്തിലുള്ള എല്ലാ പ്രചാരണങ്ങളുടെയും അവസാനമായിരുന്നു കഴിഞ്ഞ 4-ാം തീയതി. ഇതൊക്കെ പറഞ്ഞവരല്ലേ, ഇതൊക്കെ ചെയ്തല്ലോ. അവസാനം എവിടെയുള്ളത്? ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഉയർത്തുന്ന ഒരു സാമൂഹ്യ പ്രശ്നം എന്താണ്? ഈ നാട്ടിലെ ദുർബലരായ മനുഷ്യർ, നിരന്തരമുണ്ടാകുന്ന രാജ്യത്തെ അഴിമതി, മനുഷ്യരുടെ വിശപ്പ്, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ വീടില്ലായ്മ, ഇതൊന്നും ഈ മനുഷ്യന് പ്രശ്നമല്ലല്ലോ. പിന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ജനങ്ങൾ മറുപടി കൊടുത്തിനും പറയണം. ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അവർ തീരുമാനിക്കട്ടെ. വല്ല മാനസികമായ രോഗമായിരിക്കും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്ന് SDPI. ഇടതു നേതൃത്വത്തോടുള്ള വിയോജിപ്പുകൾ മൂലം വോട്ട് ചോർന്നുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ്. നേമത്തെ BJP വിജയത്തിന് കോൺഗ്രസ് വഴിയൊരുക്കി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹത്തിന്റെ പല നിലപാടുകളും ശരിയല്ലെന്നും CPA ലത്തീഫ് 24-നോട്. പിന്നെ ഭരണവിരുദ്ധ എന്നുള്ളത് ഭരണവിരുദ്ധമല്ലെങ്കിലും ചിലപ്പോൾ പിന്നെ നേതൃത്വം കൊടുക്കുന്ന ആളോടുള്ള വിയോജിപ്പൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷ പ്രൊഫൈലുകളൊക്കെ തന്നെ പറയുന്നത് പിന്നെ കാണുന്നത് നമുക്ക് അത് റീഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു വോട്ട് ചോർച്ച ഉണ്ടായി എന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ വോട്ട് ചോർച്ച സംഭവിച്ചു എന്നുള്ളത് അവർ പോലും വിലയിരുത്തുന്ന ഒന്നാണ്. അവിടെ സംഭവിച്ചത്, അവിടെ നമ്മൾ പരിശോധന നടത്തുമ്പോൾ വളരെ കൃത്യമായ കോൺഗ്രസ് BJP ഡീലുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും ഒരു BJP മൈൻഡഡായി പലപ്പോഴും പോകുന്നുണ്ട്. ഇപ്പം തന്നെ കേരളത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ജയിച്ചപ്പോൾ ആ വിജയത്തെ അദ്ദേഹം പറഞ്ഞത് ഒരു സ്വാഭാവികമായ സംഗതിയായിട്ടാണ്.